ബുദ്ധി. പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളിൽ രണ്ടാമത്തെ സമ്മാനമാണ് ബുദ്ധി. നമ്മുടെ ജീവിത ലക്ഷ്യത്തെ ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുവാൻ ബുദ്ധി എന്ന പുണ്യം നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ബുദ്ധിമാന്മാരായ പലരെയും കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് പഴയ നിയമത്തിലെ ജോസഫ്. തൻ്റെ സ്വന്തം സഹോദരങ്ങളാൽ വിൽക്കപ്പെട്ട ജോസഫ് എത്തിയത് ഈജിപ്ത് ദേശത്തിൻ്റെ തടവറയിലാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ആധിപത്യത്തിലേക്ക് ജോസഫിനെ നയിച്ചത് പരിശുദ്ധ അരൂപിയുടെ ദാനമായ ബുദ്ധിശക്തിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാം അധ്യായത്തിൽ ഈജിപ്തിൽ വരാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ചുള്ള ഫറവോയുടെ സ്വപ്നം ജോസഫ് വ്യാഖ്യാനിച്ചുകൊണ്ട് നിർദ്ദേശം നൽകി. അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിന് മുഴുവൻ അധിപനായി നിയമിക്കണം. ജോസഫിന്റെ ബുദ്ധിപൂർവമായ നിർദ്ദേശം മനസ്സിലാക്കിയ ഫറവോ ഇപ്രകാരം പറഞ്ഞു: ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. അങ്ങനെ ജോസഫ് ഈജിപ്ത് ദേശത്തിന്റെ അധിപനായി മാറി. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിലെ 33-ാം വാക്യത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു, ഭോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നതേയില്ല. തന്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാന്റെ വിവേകം. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. അതിനാൽ ഈ പെന്തകുസ്ത തിരുനാളിൽ ദൈവിക പദ്ധതി ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധിക്കായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ.